മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ കാട്ടിനുള്ളിൽ താമസിക്കുന്നവർ എങ്ങനെ അനുഭവിച്ചു എന്നതിന്റെ നേരുദാഹരണമാണ് ഞങ്ങൾ കണ്ട കാഴ്ച. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് 4 കുരുന്നുകളടക്കം ഒരു ആദിവാസി കുടുംബത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചു എന്ന വിവരമറിഞ്ഞിട്ടാണ് ഞങ്ങൾ കാട വനമേഖലയിലേക്ക് എത്തുന്നത്. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. മൂന്ന് കുരുന്നുകളെ നെഞ്ചോട് ചേർത്ത് ഒരു അഗ്നികുണ്ഡത്തിന് ചുറ്റുമിരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇവർ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. തൽക്കാലത്തേക്ക് ഇവരുടെ ഷെൽട്ടർ ഇല്ല. അപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഫോറസ്റ്റുകാർ മുഖാന്തരമോ കാര്യങ്ങളോ അങ്ങനെ ഫോറസ്റ്റ് വനംവകുപ്പ് മുഖാന്തരമായിരിക്കും എല്ലാം എന്തെങ്കിലും അവരുടെ കൈകളിലെത്തിക്കാൻ എന്തെങ്കിലും നോക്കാം. അരി സാധനങ്ങൾ അവർക്ക് കൂടുതൽ സാധനങ്ങളൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വർഷം വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അവർ സാധാരണ അരി, അത് മാത്രമല്ല ഈ മുറുക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ്. എല്ലാം മുറുക്കാണ്. അതൊന്നും ഇവർക്ക് ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഒരു ദേഷ്യമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ മൊത്തം നനഞ്ഞു പോയി. ഞങ്ങളുടെ സാധനങ്ങൾ മൊത്തം നനഞ്ഞു പോയി. അരിയാണ് കാര്യമായിട്ട് വേണ്ടത്. അരി, കരി, ഇനത്തേലും പച്ചക്കറി എന്തെങ്കിലും കിട്ടിയാൽ വളരെ സന്തോഷം. എന്നാലും അരിയാണ് അവർ കൊണ്ടുവന്ന് അധികം കാണാറ്. നമ്മുടെ ഏറാട്ടുകുണ്ട് കോളനിയിലോട്ട് പോവുമായിരുന്നു. ആ സമയത്ത് കാട്ടിൽ വെച്ചിട്ട് ഒരു അമ്മയും മകനെയും കണ്ടു. അമ്മയും മകനും ഭക്ഷണം കിട്ടാതെ അലയുന്നൊരു ദയനീയ കാഴ്ചയായിരുന്നു. അവർക്ക് ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തു. അതിനുശേഷം അട്ടമല ഭാഗത്തെ ഒരു എസ്റ്റേറ്റ് പാടി താൽക്കാലികമായിട്ട് താമസിപ്പിച്ചു. ബെഡ്ഷീറ്റ് എല്ലാം കൊടുത്ത് അവിടെ താമസിച്ചു. അവരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പറഞ്ഞ സൂചിപ്പാറ വാട്ടർഫാൾസിന് താഴ്വശത്തേക്ക് പോയത്. ഞങ്ങളുടെ അടുത്ത് 20 മീറ്ററോളം നീട്ടമുള്ളൊരു റോപ്പ് ഉണ്ടായിരുന്നു. ഈ റോപ്പ് വെച്ചിട്ട് ഞങ്ങൾ അതിസാഹസ്യമായിട്ട് ഊരക്ക് കയറുട്ടി ഇറങ്ങുമായിരുന്നു. താഴോട്ട് ഇറങ്ങി അങ്ങനെ 4 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തുന്നത്. അടുപ്പ് കൂട്ടിയിട്ട് ആ അടുപ്പിന്റെ ഓരോ കല്ലിന്റെ ഇടയിലാണ് ഈ 3 കുട്ടികളുണ്ടായിരുന്നത്. അവർ ഉടനെ ഞങ്ങൾ വാരിയെടുത്തു. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഡ്രസ്സുകൾ ഉപയോഗിച്ച് പൊതിഞ്ഞിട്ട് ഇവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരുകയുണ്ടായത്. ഈ അച്ഛനും അമ്മയ്ക്കും കൂടി 4 കുട്ടികളല്ല, 4 ആൺകുട്ടികളാണ്. ഒരു കുട്ടിക്ക് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്. ഇവർ ഇന്നേ വരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഈ കുട്ടികൾ ശരിക്കും ഒരുപക്ഷെ ഇവിടെ കണ്ടിട്ടില്ല. അവര് ഈ ആണുങ്ങൾ എപ്പോഴെങ്കിലും 2 ആഴ്ച കൂടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് അരി എന്തെങ്കിലും വാങ്ങിട്ട് പോകും. അധികം ഈ അനിതയെ വരിക, ഈ ശാന്ത എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നിട്ടാണ് അരി ഇവിടുന്ന് കൊണ്ടുപോകാറ്. ഇപ്രാവശ്യം അവർക്ക് അരി കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാടിന് പുറത്ത് ഇത്രയും സ്ഥലത്തെങ്കിലും എത്തുന്നത്. ഇവർ പൂർണ്ണമായും കാടിനുള്ളിൽ വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോയാൽ അവിടുത്തെ പരിസ്ഥിതിയുമായി പുറംലോകവുമായി അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. ഈ ദുരന്തഭൂമിയിൽ ഒട്ടേറെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. എങ്കിലും ഈ കുരുന്നുകളുടെ മുഖം ഒരിക്കലും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകില്ല.